ഏവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 15+33 ഡിവൈഡഡ് ബൈ 11 എഗ്രി ബ്രാക്കറ്റിൽ അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യണം. ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ആദ്യം ആ ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, ഹരണം, ഗുണനം, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് ആദ്യം, അതുകൊണ്ട് നമുക്കത് ആദ്യം അത് ചെയ്യാം. ബ്രാക്കറ്റും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം. അപ്പം ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. 12നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 4. പിന്നെ ഇവിടെ റൈറ്റിലോട്ടൊരു -10 ഉണ്ട്, പിന്നെ ലെഫ്റ്റിലോട്ടുള്ള അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ വേണം ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡിവിഷൻ ചെയ്യുക. 33നെ 11 വെച്ച് ഹരിക്കുമ്പോൾ 3. പിന്നെ റൈറ്റിലോട്ടൊരു × 4 -10 ഉണ്ട്, പിന്നെ ലെഫ്റ്റിലോട്ടൊരു 15+ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് അഡീഷൻ, സബ്ട്രാക്ഷൻ ചെയ്യാം. ഈ ക്രമത്തിനെ ചെയ്യാം. ഇത് 3 × 4 12. റൈറ്റിലോട്ടൊരു -10 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 15+ ഉണ്ട്. ഇനി നമുക്ക് അഡീഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് സബ്ട്രാക്ഷൻ. ഈ ഓർഡറാണ് ബോട്ട്മാസ് നിയമം അനുസരിച്ച്. 15 12 കൂട്ടുമ്പോൾ 27 -10 17 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം, അതായത് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ വേണം അത് ചെയ്യാൻ. ആദ്യം ഇതിനകത്ത് ബ്രാക്കറ്റ് ചെയ്ത് ഇത് 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4 വരും. പിന്നെ എന്താ ഉണ്ട് അതങ്ങ് എടുത്തെഴുതുക. റൈറ്റിലോട്ടൊരു -10 ഉണ്ട്, പിന്നെ ഉള്ളത് അതുപോലെ അങ്ങ് എഴുതുക, ചോദ്യത്തിലുള്ള പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ വേണം പിന്നെ ചെയ്യാൻ. ഓഫ് ഇടില്ല, ഡിവിഷൻ ഉണ്ട്. 33/11 എന്ന് പറഞ്ഞാൽ 3. പിന്നെ എന്തോ ഉണ്ട് അതുപോലെ ഒന്ന് എടുത്തെഴുതുക. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഓർഡർ 12. വലത്തോട്ടൊരു -10 പ്ലസ് ഇടത്തോട്ടൊരു 15+15. ഇനി അഡീഷന്, പിന്നെ സബ്ട്രാക്ഷൻ. അതായത് 15 + 12 എത്ര? 27. പിന്നെ ഒരു -10 17 വരും. ഓപ്ഷൻ ബി ആണ്. 2/3 + x 5/6 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ എക്സ് മാത്രം അവിടെ ഇട്ടിട്ട് മറ്റേതൊന്ന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അതിൻ്റെ കൂടെ ഉള്ളത് -2/3 ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ LCM എന്ന് പറയുന്നത് 6 വരും ലസാഗു. അപ്പോൾ ഇതുപോലെ ആക്കണം. ഇതാക്കിയാൽ മതി. 5/6 അങ്ങനെ തന്നെ എഴുതുക. ഇതിനെ ഛേദത്തിനെ 6 ആക്കാൻ വേണ്ടി താഴെ മുകളിലും 2 ഇട്ടം കുടിച്ചാൽ മതി. 2/3 രണ്ടും ഛേദം ഒരുപോലെ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ 2 ഈ 3ൻ്റെ കൂടെ അത്രയും കൂടെ കുടിച്ചാൽ ഛേദം 6 ആകും. 2. അപ്പോൾ താഴെ മുകളിലും 2 ഇട്ട് കുടിക്കണം, നിരക്ക് വ്യത്യാസം വരാതിരിക്കുക. 2/3 നമുക്ക് താഴെ 2 ഇട്ട് കുടിച്ചു, മുകളിലും 2 ഇട്ട് കുടിച്ചു. 3ൻ്റെ കൂടെ 2ഉം കൂടെ കുടിച്ചാലേ ഛേദം 6 ആകും. ഛേദം ഒരുപോലെ ആക്കി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. 5/6 -2 കൊണ്ട് 2 4. 4/6 5 ഇനി ഞാൻ ക്രിയ ചെയ്താൽ 5 - 4/6 1/6. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഈ എക്സ് അവിടെ ഇട്ടിട്ട് മറ്റേതങ്ങ് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അതായത് 2/3 കൊണ്ടുപോകുമ്പോൾ -2/3 ആകും. ഇനി ഇവിടെ 5/6 ആണ്. 4ൻ്റെയും 3ൻ്റെയും LCM എന്ന് പറയുന്നത് 6 വരും. അപ്പം നമുക്ക് ഈ LCM പോലെ ഇതങ്ങ് ആക്കിയാൽ മതി. ഇതിൻ്റെ ഛേദം 2/3 നമുക്കിവിടെ -2/3 ആയിരുന്നുള്ളത്. അപ്പോൾ അതിനെ അങ്ങ് ഒരുപോലെ ഛേദമാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ താഴെ 3ൻ്റെ കൂടെ 2 ഇട്ട് ഗുണിച്ചാൽ 6 ആകും. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മുകളിലും ഗുണിക്കും. അപ്പോൾ 5/6 - 2 4/6. അതായത് 5 ഛേദം ഒരുപോലെ ആയാൽ പിന്നെ ക്രിയ ചെയ്യാൻ വെറുതെ കുറച്ചാണ് ക്രിയ ചെയ്താൽ മതി. 5 - 4/6 1/6. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി പുസ്തകങ്ങൾ ഈസ്റ്റു ലൈബ്രറി. അതേ സമാന ബന്ധം വേണം സിനിമ. പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിയിലാണ് കാണുന്നത്. അപ്പോൾ സിനിമ എവിടെയാണ് കാണുന്നത്? തിയേറ്ററിലെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പുസ്തകങ്ങൾ ലൈബ്രറിയിലാണ് കാണുന്നത്. അതേ സമാന ബന്ധം വേണം ഇവിടെ സിനിമ ഈസ്റ്റു തിയേറ്റർ. സിനിമ നമ്മൾ തിയേറ്ററിലാണ് കാണുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം 12% ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിറ്റ വില എത്ര? വാങ്ങിയ വില എത്രയാണ്? 1200 കോസ്റ്റ് പ്രൈസ്. കിട്ടേണ്ട ലാഭം, ആഗ്രഹിക്കുന്ന ലാഭം എത്രയാണ്? 12%. അപ്പോൾ വിറ്റ വില കാണാൻ കോസ്റ്റ് പ്രൈസിൻ്റെ ലാഭം ആയതുകൊണ്ട് 100ൻ്റെ കൂടെ 12. എപ്പോഴും 100നെ അടിസ്ഥാനമാക്കിയാണ് ശതമാനം ലാഭ ശതമാനം നഷ്ട ശതമാനം പറയുക. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 112% കിട്ടണം. അതായത് 12% കൂടുതൽ കിട്ടണം. നഷ്ടമായിരുന്നെങ്കിൽ ആ 12 കുറച്ചേ 100ന് 12. ഇവിടെ ലാഭമായതുകൊണ്ട്
കോസ്റ്റ് പ്രൈസിൻ്റെ 112% കിട്ടേണ്ടത്. അതായത് 1200-ൻ്റെ 112/100. 2 കട്ട് ചെയ്ത് 1344 ഓപ്ഷൻ സി ആണ്. ശരാശരി കാണാൻ ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പോൾ ആകെ കാണണമെങ്കിൽ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരാശരി എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ 35 കുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ ആവറേജും ശരാശരി എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ അത് 35 പേരുടെ കുട്ടികളുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട്. 11 ഗുണം എത്ര പേര് 35 385. ഇനി ടീച്ചറും കൂടെ വന്നപ്പോൾ 36 പേരായി, ടീച്ചർ ഉൾപ്പെടെയാണ്. 36 പേരുടെ ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പോൾ എത്ര പേരായി? ഒരാളും കൂടെ കൂടിയില്ലേ, 12 ഗുണം അപ്പൊ പുതിയ ശരാശരി ടീച്ചറും കൂടെ വന്നപ്പോൾ ഉള്ള ശരാശരി തന്നിട്ടുണ്ട് 12 ആവറേജ് ഗുണം എണ്ണം എത്ര പേരായി 36, അതായത് 432. അപ്പൊ ഇനി നമുക്ക് ടീച്ചറുടെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ടീച്ചറിന്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 432-ൽ നിന്ന് 385 കുറച്ചാൽ മതി, 47 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 47. 35 കുട്ടികൾ ആവറേജ് ശരാശരി സമയം ടോട്ടൽ ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ആകെ കണ്ടെങ്കിൽ ആവറേജ് നമ്പർ കൂടെ ഗുണിച്ചാൽ മതി. ഇവിടെ 35 കുട്ടികളുടെ ആകെ വയസ്സ് കാണാൻ ശരാശരി എണ്ണവും കൂടെ ഗുണിക്കുക. ശരാശരി 11 തന്നിട്ടുണ്ട്. എത്ര? 35 പേരുടെ 11-35. അപ്പോൾ 35 കുട്ടികളുടെ ആകെ വയസ്സ് 385. പിന്നെ ഒരു ടീച്ചറും കൂടെ വന്നപ്പോൾ ആകെ എണ്ണം എത്രയായി? 36 35 കുട്ടികൾ, ഒരു ടീച്ചർ 36. അപ്പോൾ ഇവിടെ പുതിയ ശരാശരി ടീച്ചറും കൂടെ വന്നപ്പോൾ ശരാശരി 12 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഉൾപ്പെടെ ആകെ 36 പേരുടെ വയസ്സ് എത്ര? 12. 12 തന്നിട്ടുണ്ട് പുതിയ ശരാശരി ടീച്ചറും കൂടെ വന്നപ്പോൾ. ഗുണം 35 പേരെന്നുള്ളത് ഒരാളും കൂടെ വന്നു 36. അപ്പോൾ ആകെ ഗുണം ശരാശരി ഗുണം ആകെ, ശരാശരി ഗുണം എണ്ണം. ആകെ വയസ്സ് സമം ശരാശരി ഗുണം എണ്ണം. പുതിയ ശരാശരി 12 ആവറേജ് ഗുണം എണ്ണം. 35 എന്നുള്ള ടീച്ചറും കൂടെ വന്നു 36. അപ്പോൾ രണ്ടും കൂടെ ഗുണിക്കും 432. അപ്പോൾ ടീച്ചർ ഉൾപ്പെടെ ആകെ വയസ്സ് 432. കുട്ടികളുടെ മൊത്തം ആകെ വയസ്സ് 35 കുട്ടികളുടെ ആകെ വയസ്സ് 385. അപ്പം ടീച്ചറിന്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 432-ൽ നിന്ന് 385 കുറയ്ക്കാം, 47 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കുന്ന LGS എക്സാമിന് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2400 പര വീഡിയോസ് ശ്രീമാൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് 2400 പരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ശ്രീമാൻസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിന് തുടർന്ന് ധാരാളം വീഡിയോസ് ശ്രീമാൻസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.